ഹാപ്പി PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. മെഗാ മോക്ക് ടെസ്റ്റാണ്. 100 ചോദ്യങ്ങൾ ഇതിലുണ്ട്. സയൻസും സോഷ്യലുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളുണ്ട്. കൂടുതൽ GKയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ടീച്ചർ ഇതിൽ ഓപ്ഷൻ വായിക്കുന്നില്ല. ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഒരു സെക്കൻഡ് പോസ് ചെയ്യും, എന്നിട്ട് ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കി നിങ്ങളുടെ മനസ്സിൽ ഉത്തരം പറയാനുള്ള ഗ്യാപ്പാണ് ടീച്ചർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ടീച്ചർ ഇങ്ങനത്തെ ഒരു ആശയം നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ വിസ്തീർണാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമേത്? ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി? ഓപ്ഷൻ ഡി ഏപ്രിൽ 1. താഴെ പറയുന്നവയിൽ ഏതു ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? ഓപ്ഷൻ ബി ഉറുദു. ലോകമേ തറവാടു തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ എന്നു പാടിയത്? ഓപ്ഷൻ ബി വള്ളത്തോൾ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ സി കെ അയ്യപ്പൻ. അടുത്ത ചോദ്യം. കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ? ഓപ്ഷൻ സി അൽഫോൺസ് കണ്ണന്താനം. അടുത്ത ചോദ്യം. മക്കളെ, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയാൻ ശ്രമം നടത്തണം. എ ചൈന. ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഓസ്കാർ. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി? ഓപ്ഷൻ സി ഡോക്ടർ ജോൺ മത്തായി. അടുത്ത ചോദ്യം. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത? ഓപ്ഷൻ എ ഏലമ്മ. ഏതു വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ ഡി വൈദ്യശാസ്ത്രം. അടുത്ത ചോദ്യം. മാനവ അധികാർ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? ഓപ്ഷൻ സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ 21 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഓപ്ഷൻ സി തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം? ഓപ്ഷൻ എ ജലഗതാഗതം. അടുത്ത ചോദ്യം. ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ഓപ്ഷൻ എ മ്യാൻമർ. ഓപ്ഷൻ സി ഗംഗ. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി? ഓപ്ഷൻ ബി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം? ഓപ്ഷൻ ബി ഫത്തേപൂർ സിക്രി. കൻഹ ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ
മധ്യപ്രദേശ്. ഫോൾക്കെറ്റിംഗ് ഏതു രാജ്യത്തെ പാർലമെന്റ് ആണ്? ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. ജപ്പാന്റെ തലസ്ഥാനം? ഓപ്ഷൻ ബി ടോക്കിയോ. ബറോഡയുടെ പുതിയ പേര്? ഓപ്ഷൻ ഡി വഡോദര. യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം? ഓപ്ഷൻ സി ബെൽജിയം. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി 1956. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പാലക്കാട്. ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ബി 1978. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1968. തിരുവനന്തപുരം. ത്രിഫലയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ചുക്ക്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഭരണഘടനാ വിധേയമായ രാജഭരണം ഏത്? ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ ഭാഗമായത്? ഓപ്ഷൻ ബി കോറമാണ്ടൽ തീരം. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി 1.18. ശകവർഷത്തിലെ അവസാനത്തെ മാസം? ചെയ്യുന്ന ഗ്രഹം? ഓപ്ഷൻ ഡി ശുക്രൻ. ബ്രോഡ്ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ്? ഓപ്ഷൻ ഡി 1676. ലോക ഉപഭോക്തൃ ദിനം? ഓപ്ഷൻ സി മാർച്ച് 15. സ്വപ്ന വാസവദത്തം രചിച്ചത്? ഓപ്ഷൻ എ ഭാസൻ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഓപ്ഷൻ സി മസ്തിഷ്കം. ഒരു അടി എത്ര ഇഞ്ചിനു സമമാണ്? ഓപ്ഷൻ ഡി 12. ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻ എ ചാൾസ് ഡിക്കൻസ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത്? ഓപ്ഷൻ ബി ദേശീയ വികസന സമിതി. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പുലിറ്റ്സർ സമ്മാനം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാര്? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാര്? ഓപ്ഷൻ കഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി കമല നെഹ്റു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം? ഓപ്ഷൻ സി തൂത്തുക്കുടി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി മുംബൈ.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. അപഗ്രഥിച്ച ചരിത്രകാരൻ? ഓപ്ഷൻ സി R.C. മജുംദാർ. തപാൽ സ്റ്റാമ്പിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി റോളണ്ട് ഹിൽ. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിൽ? ഓപ്ഷൻ എ ആഫ്രിക്ക. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം? ഓപ്ഷൻ ബി 1924. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ ഡി കീറ്റ്സ്. അലോപ്പതിയുടെ പിതാവ്? ഓപ്ഷൻ എ ഹിപ്പോക്രറ്റസ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം? ഓപ്ഷൻ സി 1940. മലേറിയയ്ക്കു കാരണമായ സൂക്ഷ്മജീവി? ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പത്രപ്രവർത്തനം. ആദ്യത്തെ 3 ടെസ്റ്റ് മാച്ചുകളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ? ഓപ്ഷൻ എ അസറുദ്ദീൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ 3 ഘടകങ്ങൾ? സഭ, രാജ്യസഭ, രാഷ്ട്രപതി. അടുത്ത ചോദ്യം. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന? ഓപ്ഷൻ സി യുനെസ്കോ. ഖമർ ഭാഷ ഉപയോഗത്തുള്ളത് ഏതു രാജ്യത്താണ്? ഓപ്ഷൻ ബി കംബോഡിയ. ഇന്ത്യ ഗവൺമെന്റ് അയിത്തം കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 1955. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ ബി 1962. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ. സ്യാനന്തൂരപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. നൈതാമ അവാർഡ് ഏതു രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ശാസ്ത്ര സാങ്കേതികം. ഏതു രാജ്യത്തു വെച്ചാണ് ബോൾഷെവിക്ക് വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? ഓപ്ഷൻ എ മെക്സിക്കോ. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത? ഓപ്ഷൻ ബി കാരയ്ക്കലമ്മ. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം? ഓപ്ഷൻ ബി കേസരി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലം അല്ലാത്തത്? ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻ സി ശീതയുദ്ധം അവസാനിച്ചു. യൂക്ലിഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഗണിതശാസ്ത്രം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി അൽബുക്കർക്ക്. ഐരാവതി ഏതു രാജ്യത്തെ പ്രധാന നദിയാണ്? ഓപ്ഷൻ ബി മ്യാൻമാർ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ? ഓപ്ഷൻ ഡി 16.
ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏതു രാജ്യത്താണ്? ഓപ്ഷൻ എ ഇറാഖ്. ഫലങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി അസറ്റിലിൻ. താഴെ പറയുന്നവയിൽ ഏതിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ സ്റ്റീൽ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം ഡാഷ് പോളണ്ടിനെ ആക്രമിച്ചതാണ്? ഓപ്ഷൻ ബി ജർമ്മനി. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ഏതു സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത്? ഓപ്ഷൻ സി ജാർഖണ്ഡ്. പെർട്ടൂസിസ് എന്നുമറിയപ്പെടുന്ന അസുഖമാണ്? ഓപ്ഷൻ എ വില്ലൻ ചുമ. റോമൻ പുരാണങ്ങളിലെ യുദ്ധദേവന്റെ പേരിലുമറിയപ്പെടുന്ന ഗ്രഹം? ഓപ്ഷൻ എ ചൊവ്വ. മികച്ച നടനുള്ള ദേശീയ അവാർഡിന് ആദ്യമായി അർഹനായത് ആര്? ഓപ്ഷൻ എ ഉത്തം കുമാർ. സിംഗപ്പൂരിൽ രാഷ്ട്രത്തലവനായ ആദ്യ ഇന്ത്യൻ വംശജൻ? ഓപ്ഷൻ ബി സി വി ദേവൻ നായർ. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്നത് എവിടെ? ഓപ്ഷൻ എ ആസാം. റോമാക്കാരുടെ പ്രേമ ദേവത? ഓപ്ഷൻ ഡി ക്യൂപിഡ്. വിശാഖദത്തൻ മുദ്രരാക്ഷസിലെ പ്രധാന കഥാപാത്രം? ഗ്രീൻലാൻഡ് ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക. രണ്ടാം ലോകമഹായുദ്ധശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി മംഗോളിയ. ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യ നിയമം? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. സംഗീത ലോകത്തു നിന്നും ഭാരതരത്നം ആദ്യമായി നേടിയത്? ഓപ്ഷൻ സി എം.എസ്. സുബ്ബലക്ഷ്മി. റഷ്യയിലെ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഗോർബച്ചേവ്. കാഞ്ചൻജംഗ ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ സിക്കിം. ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മിനാറിന്റെ ഭിത്തിയിൽ കാണുന്നത്? ഓപ്ഷൻ സി ഖുറാൻ. ഗാലപ്പ് പോൾ എന്ന സങ്കേതത്തിന് തുടക്കം കുറിച്ചത് ഏതു രാജ്യത്താണ്? ഓപ്ഷൻ സി USA. സിമിലിപാൽ വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒറീസ. ഏതു മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ സി ഫെബ്രുവരി. അപ്പം നമ്മൾ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഈ 100 ചോദ്യത്തിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. താങ്ക് യു.